ഇടക്കൊച്ചിയിലെ ഇന്ദിരാഗാന്ധി റോഡിൽ യുവാവിനെ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ സംഭവം ഇടക്കൊച്ചിയിലെ പെരുമ്പടപ്പ് സ്വദേശി ആഷിഖാണ് കാറിൽ മരിച്ചു കിടന്നത്. ആഷിഖിൻ്റെ ജോലി മീൻ കൊണ്ടുപോയി കൊടുക്കുകയാണ്. കടകളിൽ മീൻ കൊടുക്കുന്ന ജോലിയാണ്. അദ്ദേഹത്തിൻ്റെ കാറിലായിരിക്കണം ആ ജോലി നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന് ഷഹന എന്ന് പറഞ്ഞ ഇടക്കൊച്ചിയിലെ ഒരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധമുണ്ട്. ഷഹനയുടെ ഭർത്താവ് ഷിഹാസാണ്. അത് ഷിഹാസ് അറിയാതെ ഒരു ബന്ധം ഷഹനായിക്ക് ഈ യുവാവുമായിട്ടും ഉണ്ടായി. അതറിഞ്ഞപ്പം അത് കുടുംബത്തിൽ വലിയ പ്രശ്നമായി. ഷിഹാസ് ഷഹനയെ മർദ്ദിക്കുകയും ഷഹനയുടെ അടുത്ത് പറഞ്ഞ് കേസ് കൊടുക്കണം, അവൻ പീഡിപ്പിച്ചതായിട്ട്. അങ്ങനെ ഒരു കേസ് കൊടുക്കുകയും ഭർത്താവിൻ്റെ നിർബന്ധ കേസ് കൊടുത്തു. ആൺസുഹൃത്തിനടുത്ത് കേസ് കൊടുത്ത് 24 ദിവസം അയാൾ റിമാൻഡിൽ കിടന്നു. അതിനുശേഷം അയാൾ ജാമ്യത്തിലിറങ്ങി. ജാമ്യത്തിലിറങ്ങി കഴിഞ്ഞിട്ട് അയാൾക്ക് സൂക്കേട് തീർന്നില്ല. അയാൾ ഈ ഷിഹാസിനെയും ഷഹനയെയും ഭീഷണിപ്പെടുത്തി. ഷഹനയുടെ നഗ്ന ചിത്രം തൻ്റെ കൈവശമുണ്ട്, അത് പൊതുരംഗത്ത് പരസ്യപ്പെടുത്തും. അങ്ങനെ ഭീഷണി കൂടി. ഈ ഷിഹാസിൻ്റെ ഭാര്യയായിട്ടുള്ള അവിഹിത ബന്ധം മാത്രമല്ല, അതിലെടുത്ത് ആ ചിത്രങ്ങളും വെച്ചും അയാളെ വീണ്ടും പീഡിപ്പിക്കാൻ തുടങ്ങി. മരണത്തിലേക്കുള്ള ഒരു ഒരു നീക്കം തന്നെയായിപ്പോയി അത്. ഇതുപോലെയുള്ള ബന്ധങ്ങൾ തീർച്ചയായിട്ടും ഭർത്താക്കന്മാരെ ചിലപ്പോൾ അംഗീകരിക്കത്തില്ല, അവർ വെട്ടിക്കൊല്ലും. കേരളത്തിൽ ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുപോലെയാണ് ഇടക്കൊച്ചിയിലെ ഇന്ദിരാഗാന്ധി റോഡിലെ അല്ലെങ്കിൽ പെരുമ്പടപ്പ് പാർക്ക് റോഡിൽ വഴിയകത്ത് വീട്ടിൽ ആഷിക്കുന്ന 30-കാരനെ ഇടക്കൊച്ചി ഇന്ദിരാഗാന്ധി റോഡിൽ കാറിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. അത് ഒരു കൊലപാതകമാണെന്ന് അറിയിക്കാതിരിക്കാൻ ആ കാറിനടുത്ത് തൻ്റെ പെൺസുഹൃത്ത് നിന്ന് നിലവിളിക്കുന്നു. അപകടം ഉണ്ടായതാണ്, വാഹന അപകടമാണ്. അതുകൊണ്ട് ആ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. രക്തം മാറുന്ന കാറിനകത്ത് ഒരാൾ കിടക്കുന്നു. വാഹന അപകടമാണെന്ന് കരുതി അവരുടെ സഹായത്തോടെ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മരിച്ചിരിക്കുന്നു. മരിച്ച ആളെയാണ് അവിടെ കൊണ്ടുവന്നത്. കാറിൽ കയറ്റുമ്പോൾ ജീവനുണ്ടോ, രക്തം മാറുന്നൊരുങ്ങി കാറിനകത്ത് കിടക്കുന്ന ആൾക്ക് ജീവനുണ്ടോ എന്ന് നാട്ടുകാർ ശ്രദ്ധിക്കാൻ സാധ്യത കുറവാണ്. അല്പസ്വല്പം ജീവനുണ്ടായിരിക്കും ആ സമയത്ത്. അത് ഒരു ഇൻസുലേറ്റഡ് ആയിട്ട് അതിൻ്റെ അകത്ത് കാറ്റ് കയറാതെ ഒട്ടിച്ചു വെച്ച ഒരു കാറായിരുന്നു. അത് മീൻ കൊണ്ടുപോകുമ്പോൾ അയാൾ ഒട്ടിച്ചതാണോ, ഈ കൊന്നവരൊട്ടിച്ചതാണോ എന്നറിയില്ല. എന്തായാലും ആ കാറിൽ തന്നെയാണ് ഈ ബോഡി ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് തോന്നുന്നു. എന്തായാലും ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പം ഈ പെരുമ്പടപ്പുകാരൻ്റെ അയാളുടെ വീട്ടുകാർ അവിടെ എത്തി. ആഷിഖിൻ്റെ മരണം കൊലപാതകമാണെന്ന് അവർ പറഞ്ഞു. കാരണം ഇങ്ങനെ ഷഹനായിട്ടുള്ള ബന്ധം അവളവിടെ കണ്ടു. അതൊരു അവിഹിത ബന്ധമാണ്. അവന് ആ പെൺ സുഹൃത്തുണ്ട്, അവളുമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ പരാതിയിൽ അവളും കൂടെ കൊടുത്ത പരാതിയിൽ 24 ദിവസം ജയിലിൽ കിടന്നതാണ്. ഇപ്പോഴത്തെ അവൻ്റെ മരണത്തിനടുത്ത് തന്നെ അവളുണ്ട്. അവർ മുഖേനയാണ് ഈ മരണം സംഭവിച്ചതെന്ന് പോലീസിലേക്ക് മൊഴി കൊടുത്തു. അത് ഇപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് വന്നു. മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് ഗോയൽ എന്ന് പറഞ്ഞ ആളാണ് അത് അന്വേഷിക്കുന്നത്. ആ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഭർത്താവെന്ന് പറഞ്ഞ ആൾ അടുത്ത കാലത്ത് ഷിഹാസ് ഓൺലൈനിൽ ബ്ലേഡ് പോലത്തെ 2-3 കത്തികൾ വാങ്ങിച്ചിരിക്കുന്നു. ഇയാളുടെ 2 തുടകളിലും മാരകമായ മുറിവാണ്. എന്നിട്ട് രക്തം മാർന്നിരിക്കുകയാണ്. കാൽപാദത്തിൽ അതുപോലത്തെ മുറിവുണ്ട്. അത് കഴുത്തിൽ ചെറിയ രീതിയിൽ മുറിവുണ്ടെങ്കിലും രക്തം മാറുന്നുള്ളൊരു മരണം തന്നെയാണ്. കാരണം പ്രിസൈസ്ഡായിട്ട് തുടകൾ വലിച്ച് കീറിയിട്ടുണ്ടാവണം. അതുപോലെയുള്ള ബ്ലേഡുകൾ ഓൺലൈനിൽ ലഭ്യമാണ്. ഇയാൾ ബ്ലേഡ് ഓൺലൈനിൽ വാങ്ങിച്ചിരിക്കുന്നു. ഏതായാലും ഷിഹാസിനെയും ഷഹാനയെയും പോലീസ് ഇപ്പം കസ്റ്റഡിയിലെടുത്തു. അവർ കുറ്റം സമ്മതിച്ചു എന്നാണ് വരുന്നത്. എങ്കിലും ആ സ്ത്രീയെ ആ കാറിൻ്റെ അടുത്ത് നിന്ന് കൊന്നിട്ടിട്ട് കാറിനടുത്ത് നിന്ന് ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടി അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇടക്കൊച്ചി ഇന്ദിരാഗാന്ധി റോഡിലാണ് ഈ യുവാവ് മരിച്ചു കിടക്കുന്ന, കാറിൽ മരിച്ചു കിടക്കുന്ന കണ്ട്
നാട്ടുകാർക്ക് അവിടെ എങ്ങനെ ഇവർ വന്നു എന്നറിയില്ല. അപകടമാണ്, ആക്സിഡൻ്റ് ആണ് എന്ന് കൂടെ നിന്ന സ്ത്രീ പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ ഉൾപ്പെടെ ഉള്ളവരെ ചേർത്തിട്ട് പെട്ടെന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എന്തായാലും കാറിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കാരണം ആശുപത്രി ചെന്നപ്പം അയാൾക്ക് ജീവനില്ല, കാറിൽ വെച്ച് തന്നെ ജീവൻ പോയിരിക്കുന്നു. നാട്ടുകാരത് സാക്ഷ്യം പറഞ്ഞു. ജീവൻ ഉണ്ടായിരിക്കാം, കാറിൽ നിന്ന് രക്തം വാർന്ന് കിടക്കുന്ന ഒരാളെയാണ് ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഇപ്പോഴേ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആഷിഖിനെ ഇന്നലെ രാത്രിയിലാണ്, തിങ്കളാഴ്ച രാത്രിയിലാണ് ഇടക്കൊച്ചി അവിടെ കാണപ്പെട്ടത്. ഇയാളെ ആയിട്ട് അവർ ഒരു കേസുണ്ട്. ഇയാൾ 24 ദിവസം റിമാൻഡിൽ കിടന്നു. പിന്നെ അവരുടെ വസതിയിൽ എങ്ങനെ എത്തി, ഈ സ്ത്രീ വിളിച്ചു വരുത്തിയാണോ, അതിനുശേഷം അവനെ കൊന്നതാണോ, പഴയ ബന്ധങ്ങൾ തുടരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ടുണ്ടോ, അയാൾ മണ്ടനായ അയാൾ അവിടെ പോവുകയും ചെയ്തു. ഭർത്താവ് കേസ് കൊടുത്ത് 24 ദിവസം അകത്ത് കിടന്നതാണ്. അതിനകത്തൊരു ചതിയുണ്ടെന്നോ അല്ലെങ്കിൽ ഭർത്താവ് ഇനിയും അത് ക്ഷമിക്കാത്ത വ്യക്തിയാണെന്നും ഇയാളെ കൊല്ലുമെന്നും ഒക്കെ അറിയുള്ള ഒരാൾ എങ്ങനെ അവരുടെ കസ്റ്റഡിയിലേക്ക് പോയി? ആ സെക്സിൻ്റെ മുമ്പിൽ അതെല്ലാം തോറ്റുപോയി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അയാൾക്ക് അവരിൽ നിന്ന് 24 ദിവസത്തെ റിമാൻഡ് കിട്ടി, കേസ് കിട്ടി. പിന്നീടും അവരുടെ വസതിയിൽ അവരുമായിട്ട് അടുപ്പം കാണിക്കാൻ എങ്ങനെ പോയി എന്ന് മനസ്സിലാകുന്നെങ്കിലും മരണത്തിലേക്കുള്ളൊരു പോക്കായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമൊന്നുമില്ല. ഇതുപോലെയുള്ള ബന്ധങ്ങൾ തുടരുന്നവർ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുക. കാരണം അത് കൊലപാതകത്തിലേക്ക് തീർച്ചയായിട്ടും പോകും. ഒന്ന്. രണ്ടാമത് ആ ഭർത്താവ് അംഗീകരിക്കത്തില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ അംഗീകരിക്കത്തില്ല. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ചിലപ്പോൾ അത് അംഗീകരിക്കത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളുടെ അടുത്ത് ഇതുപോലെയുള്ള അന്യര് കയറി പെരുമാറിയാൽ അതിൻ്റെ റിസൾട്ട് കൊലപാതകം തന്നെയാണ്. അങ്ങനെയാണ് ധാരാളം സംഭവങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വായിച്ചും പഠിച്ചും ഒക്കെ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാത്തവരാണ് മലയാളികൾ. ധാരാളം ആൾക്കാർ ഇതുപോലെ കൊല്ലപ്പെടുന്നുണ്ട്. വഴിവിട്ട ബന്ധങ്ങളിൽ കൂടെ തന്നെയാണ് ആ കൊലപാതകം നടക്കുന്നത്. അതിന് ആഷിഖിനെ എന്തായാലും ശരി കൊന്നതാണെന്ന് അവരുടെ വീട്ടുകാർക്ക് സംശയം വരാൻ കാരണം ഈ പെൺകുട്ടിയായിട്ടുള്ള അവിഹിത ബന്ധം ഉണ്ടായിരുന്നെന്നും അടുപ്പം ഉണ്ടായിരുന്നെന്നും ഇവനെ മീൻ വിറ്റ് കിട്ടുന്ന പണം മുഴുവൻ ഇതിനൊക്കെ വേണ്ടി ചിലവാക്കുന്നുവെന്നും ഒക്കെ അവർക്ക് പരാതിയുണ്ട്. ഏതായാലും അവരുടെ പരാതി കൃത്യമായിരുന്നു. ആ സംശയം ഏതായാലും അതൊരു കൊലപാതകം തന്നെയാണെന്ന് വീട്ടുകാർ കരുതുന്നത്. കാരണം അത്രയും ദിവസം ജയിലിൽ കിടന്നുകൊണ്ട് ഇപ്പോഴീ കൊലപാതകം വന്നു. അത് തന്നെയല്ല, ആ പെൺകുട്ടി അടുത്ത് നിന്ന് കരയും ട്രാഫിക് ആക്സിഡൻ്റ് ഉണ്ടായെന്നൊക്കെ വിളിച്ചു പറയുന്നത് അത്ര മണ്ടന്മാരല്ല ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ മലയാളികൾ എന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ കളിക്കുന്നതെന്നറിയില്ല. അതൊന്നും വിലപ്പോകില്ല. അത് ഏതായാലും ആഷിഖും അയാളെ കൊല ചെയ്ത ഷിഹാസ് ഷഹനയും രണ്ടുപേരും ജയിലിലിട്ടാണ് പോകുന്നത്. 10-20 വർഷം കഴിഞ്ഞ് ഇനി വരാനൊക്കെ ഉള്ളൂ. കാരണം ഇതുപോലെയുള്ള കേസുകളും അവിഹിത ബന്ധത്തിലെടുത്ത് ചാടി കേസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജയിൽ ശിക്ഷയാണ്. അവരുടെ ജന്മം അതോടെ തീരും. ആ ടെമ്പററി ആയിട്ടുള്ള ഇതുപോലെയുള്ള ചില ഇടപാടിനൊക്കെ പോകുന്നവർ സൂക്ഷിക്കുക. കാരണം അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും മോശമായിരിക്കും. കുടുംബം നശിക്കും. അവർ ജയിൽവാസമാണ് ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള വഴിതെറ്റി സഞ്ചരിക്കുന്നവർക്ക് പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കുന്നത് നന്ന്.